യുദ്ധം അവസാനിച്ചുവെന്ന ട്രംപിന്റെ പ്രഖ്യാപനം ഏകപക്ഷീയമോ? നിഷേധിച്ച് ഇറാൻ ആരുമായും ചർച്ച നടത്തിയിട്ടില്ല. ഇറാന്റെ ഭീഷണികളിൽ പേടിച്ച് US പ്രസിഡന്റ് പിന്മാറുന്നുവെന്ന് ഇറാനിലെ സ്റ്റേറ്റ് ടെലിവിഷൻ. പ്രതികരിക്കാതെ ഇസ്രായേലും. ട്രംപ് സംസാരിച്ച ആദരണീയനായ നേതാവാരെന്നും ചർച്ച. പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിഹാഫ് എന്ന സൂചന. ഹോർമുസിൽ സംയുക്ത നിയന്ത്രണമെന്ന അവകാശവാദത്തിലും പ്രതികരിക്കാതെ ഇറാൻ. ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ടെഹ്റാനിൽ ഇസ്രായേൽ ആക്രമണം. മിസൈലുകൾ കുതിച്ചത് ഭരണകൂട കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട്. ടെഹ്റാനിലെ വിവിധയിടങ്ങളിൽ വൻ സ്ഫോടനങ്ങൾ. യുദ്ധവിരാമത്തിലെ ആശങ്കയിൽ വീണ്ടും കുതിച്ച എണ്ണവില. ക്രൂഡ് ഓയിൽ വില വീണ്ടും $100 കടന്നു. കൂടിയത് ട്രംപിന്റെ പ്രഖ്യാപനത്തിൽ ഇന്നലെ 90ലേക്ക് താഴ്ന്ന വില. ഇന്ത്യൻ പതാക വഹിച്ചുകൊണ്ടുള്ള 2 കപ്പലുകൾ കൂടി ഹോർമുസ് കടലിടുക്ക് കടക്കുന്നു. ജഗ് വസന്തും പൈൻ ഗ്യാസും LPG ടാങ്കറുകൾ ഇന്ത്യയിലേക്ക്. 2 ടാങ്കറുകളുമായി 92,000 ടൺ LPG എന്ന് ഷിപ്പിംഗ് ജലപാത മന്ത്രാലയം. പാകിസ്ഥാൻ സൂപ്പർ ലീഗിന് താലിബാൻ ഭീഷണി. വിദേശ താരങ്ങൾ ഉടനെ ടൂർണമെന്റിൽ നിന്ന് പിന്മാറണമെന്ന് താലിബാൻ വക്താവ്. പാകിസ്ഥാനിലെ ആഭ്യന്തര സുരക്ഷ മോശമെന്ന മുന്നറിയിപ്പ്. കൂടുതൽ താരങ്ങൾ ലീഗ് വിടുന്നു. പ്രസംഗത്തിനിടെ ചോദ്യം ചോദിച്ച ആളോട് വീട്ടിൽ പോയി ചോദിക്കാൻ മുഖ്യമന്ത്രി. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച കാര്യമാണ്. കേരളത്തിൻ്റെ ആവശ്യം വളരെ കൂടുതലാണ്. അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. സംഭവം കോന്നിയിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ ചോദ്യം ചോദിച്ചത് കേരളത്തിലെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ. ചരിത്രമാകാൻ വനിതാ ബിൽ വരുന്നു. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 816 ആകും. ഇതിൽ 273 എണ്ണം വനിതകൾക്ക്. കേരളത്തിൽ 30 ലോക്സഭാ സീറ്റുകളും 210 നിയമസഭാ സീറ്റുകളുമാകും. കൊളംബിയയിൽ സൈനിക വിമാനം തകർന്ന് 34 മരണം. വിമാനത്തിലുണ്ടായിരുന്ന 110 സൈനികർ. അപകടം പെറു അതിർത്തിക്ക് സമീപം. മരണസംഖ്യ ഉയരുന്നു. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന്. പത്രിക നൽകിയത് 1252 പേർ. കൂടുതൽ പേർ പത്രിക നൽകിയത് കൊടുവള്ളിയിൽ. വ്യാഴാഴ്ച വരെ പിൻവലിക്കാം. പള്ളിത്തർക്കത്തിൽ ഹൈക്കോടതി വിധി ഇന്ന്. യാക്കോബായ സഭ ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറേണ്ട 6 പള്ളികളുടെ കാര്യത്തിൽ വിധി പറയും. തർക്കപരിഹാരത്തിനുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാനും കോടതി. വ്യക്തിഗത അവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന മോഹൻലാലിന്റെ ഹർജി ഡൽഹി ഹൈക്കോടതി പരിഗണിക്കും. കോടതിയെ സമീപിച്ചത് പരസ്യങ്ങളിലെയും AI ഉള്ളടക്കത്തിലെയും അനധികൃത ഉപയോഗത്തിനെതിരെ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.